ലേഡി പോലീസ് ഇല്ലാത്ത നിങ്ങൾ ലേഡീസ് ഇല്ലാത്ത ഗവൺമെന്റ് പ്രോഗ്രാം അല്ല ഞങ്ങളുടെ ഉള്ളവരില്ല. ഞങ്ങൾ പബ്ലിക് പ്രോപ്പർട്ടി നിന്നുള്ളതാണ്. ലേഡി പോലീസ് ഇല്ല. ലേഡി പോലീസ് ഉണ്ടായില്ല. പോലീസിന്റെ അടുത്ത് ലേഡി പോലീസ് ഇല്ല. പോലീസാ ലേഡി പോലീസിനെ വിളിക്ക്. നിങ്ങളൊരു സർക്കാർ സംവിധാനം തെറ്റിക്കുന്നല്ലോ. ലേഡി പോലീസ് ഇല്ലാത്ത നിങ്ങളെ പോലീസ് ദാദാഗിരിയാക്കുന്ന പെണ്ണുങ്ങളെ മുകളിൽ കൈയിട്ടില്ല. കൊണ്ടുപോകുമ്പോ എല്ലാവരും കൊണ്ടുപോകണം. എല്ലാവരും കൊണ്ടുപോകണം. ജയ് ജയ് ബിജെപി. ഭാരത് മാതാ ജയ് ജയ് ബിജെപി. പ്രതിഷേധം പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം വിദ്യാഭ്യാസം രാജിവെച്ച് പുറത്തു പോകണം. ഞങ്ങൾ പോകുന്നില്ല. ഇത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. ഒരാൾക്കും ഇവിടുന്ന് പുറത്തു പോകേണ്ടി പറയാൻ അനുവാദമില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അത് നോക്കാം. എങ്ങനെ വണ്ടി പോകുന്ന അങ്ങനെ വിടുന്നില്ല. വെറുതെ വിടുന്നില്ല. ദൗർജന്യം അവർക്ക് എടുക്കട്ടെ. മുസ്ലിം ലീഗിന്റെ ദൗർജന്യം കോൺഗ്രസ് ദൗർജന്യം അവർക്ക് എടുക്കട്ടെ. നമ്മളടുത്ത് വേണ്ട. ജയ് ജയ് വി ഡി സവർക്കർ. ജയ് ജയ് വി ഡി സവർക്കർ. ജയ് ജയ് ഭാരത് മാതാ. എല്ലാം പറഞ്ഞു. കൊണ്ടുവരണം നിങ്ങൾ ലേഡി പുറത്ത് बोलो भारत माता की जय. बोलो भारत माता की जय. जय जय भारत माता. जय जय भारत माता. जय जय वीडी സർവർക്കർ. പ്രതിഷേധം തടയുന്നുണ്ട്. നമ്മൾ ഇവിടെ വന്നതാണ്. കോമ്പൗണ്ടിന്റെ ഉള്ളിൽ വന്നതാണ്. നമ്മൾ അകത്ത് പോയിട്ടില്ല. നമ്മൾ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുണ്ടായിരുന്നു. പക്ഷെ പോലീസ് വന്നിട്ട് നമ്മളെ ആക്രമണം ചെയ്തു. ഇവിടുന്ന് പോകാൻ വേണ്ടി പറഞ്ഞു. അതേപോലെ മുസ്ലിം ലീഗിന്റെതും കോൺഗ്രസിന്റെ നേതാക്കന്മാർ വന്നിട്ട് ഞങ്ങളുടെ മുഖത്തിൽ അവമാനിച്ചു. ഇവിടുന്ന് പോകാൻ വേണ്ടി ഞങ്ങൾ ബിജെപിയുടെ ജനറൽ സെക്രട്ടറിയും അതേപോലെ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റിനെ ഇവിടെ പൊക്കിപ്പോയി. അതേപോലെ വനിതാ പോലീസ് ഇല്ലാണ്ട് നമ്മൾ ആക്രമണം ചെയ്യാൻ വേണ്ടിട്ട് പോലീസുകൾ വന്നു. ഇത് തെറ്റാണ്. ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. പോലീസ് യഥാർത്ഥത്തിലാണ് ഒരു ആണ് പോലീസ് മെൻ പോലീസ് ഒരു മഹിളയാ നോക്കുന്നത്. ഇത് ഞങ്ങൾ ആക്ഷേപിക്കുന്നു, ಖಂಡಿക്കുന്നു. ബിജെപി ഇതിനെ ಖಂಡಿക്കുന്നുണ്ട്. അതായത് സ്കൂൾ പരിസരത്ത് പ്രതിഷേധം പാടില്ല എന്നാണ് പോലീസ്. ഇത് നമ്മൾ ഉള്ളിലേക്ക് പോയിട്ടില്ല. ഞങ്ങൾ പുറത്തുള്ളതാണ്. ഇത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. ആരൊക്കെ വേണമെങ്കിലും വരാം. ഇവിടുന്ന് നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാം. അതേപോലെ SFIന്റെ DYFന്റെ ഇവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അന്ന് എന്തുകൊണ്ടാണ് പോലീസ് അവർ പൊക്കിക്കൊണ്ടായിട്ടില്ല? എന്തുകൊണ്ടാണ് സ്കൂൾ കോമ്പൗണ്ട് അല്ലേ? ഇന്ന് BJP വന്നിട്ടായിട്ട് പ്രതിഷേധം നടത്തുമ്പോ ഇത് സ്കൂൾ കോമ്പൗണ്ടാണ് പറയുന്നത്. അപ്പൊ BJPക്ക് ഒരു ന്യായം, SFIക്ക് ഒരു ന്യായം, DYFക്ക് ഒരു ന്യായം. ഇതാണോ ഈ സർക്കാർ കാണിക്കുന്നത്? ഇത് നമ്മൾ വിടുന്നില്ല, വെറുതെ വിടുന്നില്ല. മുസ്ലിം ലീഗിന്റെ വർഗീയത്വം അതേപോലെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സർക്കാർ ധിക്കാരിക്കുന്നുണ്ട്. അതേപോലെ ഞങ്ങളെ ജില്ലയുടെ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ ഒരു മാസ്റ്ററിനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഓർഡർ കൊടുത്ത എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇവിടെ ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ വേണ്ടി BJP വിടില്ല. ഇനിയിപ്പോ ജനറൽ സെക്രട്ടറി പൊക്കിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇനിയും വീണ്ടും ഈ പ്രതിഷേധം ശക്തമായിട്ട് നമ്മൾ നടപ്പിലാക്കും.